ലവ് മാരേജ് എന്ന് പറഞ്ഞാണല്ലോ, ലവ് മാരേജ് പ്രണയിച്ച് സെറ്റായി കല്യാണം കഴിച്ചു കഴിയുമ്പോൾ അവിടെ പ്രണയം അവിടെ സെറ്റായി അവരൊന്നിച്ചു. ആ ഒന്നിക്കാൻ വേണ്ടിയുള്ള വെപ്രാളമാണ് ഈ പ്രണയം. ഈ ലോകത്തില് ആരാണ് ഏറ്റവും വലുതെന്ന് ചോദിച്ചാൽ എൻ്റെ അമ്മയാണ്. അമ്മയുടെ അപ്പുറത്തോട്ട് ആരുമില്ല. അമ്മേനെ വിഷമിച്ചിട്ട് ഞാൻ ഈ മനുഷ്യന്റെ കൂടെ വന്നിട്ടുണ്ടെങ്കിൽ അതിനുള്ള സാധനം കിട്ടിയിട്ടുണ്ട് തോന്നുന്നല്ലേ. അവരെ ഭർത്താവ് ഉപേക്ഷിച്ച് പോയ അന്ന് മുതൽ തെണ്ടി തേടി ഓരോ ഹോട്ടലിന് പുറകിൽ കളയാതെ ഫുഡ് മേടിച്ച് കഴിച്ച് വളർത്തി ഞങ്ങള് അത്രയും കഷ്ടപ്പെട്ട് വളർത്തിയിട്ട് അവരെ വിഷമിപ്പിച്ച് ഒരു 16 വയസ്സിൽ അവരെ വഞ്ചിച്ചിട്ട് ഞാൻ ഇറങ്ങിപ്പോരുമ്പോൾ ഞാൻ സന്തോഷമായിട്ട് ഇവിടെ ജീവിച്ചാൽ എന്നാന്നറിയാമോ? ദൈവമില്ല. എനിക്കാരും വിഷമിക്കുന്നൊന്നും ഇഷ്ടമല്ല. പ്രത്യേകിച്ച് അമ്മമാര് വിഷമിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. കാരണം എനിക്ക് തോന്നുന്നു ആ ഒരു ലൈഫുമായിട്ട് കടന്നു പോയത് കൊണ്ടായിരിക്കും. എന്റെ അമ്മച്ചീനെ ഈ ലോകത്തില് ആരാണ് ഏറ്റവും വലുതെന്ന് ചോദിച്ചാൽ എന്റെ അമ്മയാണ്. അമ്മയുടെ അപ്പുറത്തോട്ട് ആരുമില്ല. അമ്മേനെ വിഷമിച്ചിട്ട് ഞാൻ ഈ മനുഷ്യന്റെ കൂടെ വന്നിട്ടുണ്ടെങ്കിൽ അത് കണ്ടിട്ടുണ്ട്. അതിനുള്ള സാധനം കിട്ടിയിട്ടുണ്ട് തോന്നുന്നല്ലേ. കിട്ടിയിട്ടുണ്ട്. കാരണം അവര് നമ്മൾ പോരുമ്പോ അവരെ ഉപേക്ഷിച്ചവരാണ് നമ്മൾ പോകുന്നത്, ഒരാളുടെ കൂടെ ഇറങ്ങി പോരുന്നത്. അപ്പൊ ആ പോരുമ്പോ അവര് നൊന്ത വേദന, അവര് അത്ര കഷ്ടപ്പെട്ട് വളർത്തേ തന്നെ. അവരെ ഭർത്താവ് ഉപേക്ഷിച്ച് പോയ അന്ന് മുതൽ തെണ്ടി തേടി ഓരോ ഹോട്ടലിന്റെ പുറകിൽ കളയാതെ ഫുഡ് മേടിച്ച് കഴിച്ച് വളർത്തി ഞങ്ങള് അത്രയും കഷ്ടപ്പെട്ട് വളർത്തിയിട്ട് അവരെ വിഷമിപ്പിച്ച് ഒരു 16 വയസ്സിൽ ചിന്തിച്ചു നോക്കി. എൻ്റെ മക്കളുടെ പ്രായം, ആ മക്കളുടെ പ്രായത്തിൽ അവരെ വഞ്ചിച്ചിട്ട് ഞാൻ ഇറങ്ങിപ്പോരുമ്പോൾ ഞാൻ സന്തോഷമായിട്ട് ഇവിടെ ജീവിച്ചാൽ എന്നാന്നറിയാമോ? ദൈവമില്ല. ദൈവമില്ല ഇവിടെ. ഞാൻ സന്തോഷമായിട്ട് ജീവിച്ച ആ സമയത്ത് ഒരു വിഷമം വന്നാലാ എൻ്റെ അമ്മ അന്ന് ഞാൻ ചിന്തിക്കത്തുള്ളൂ. അമ്മയ്ക്ക് അവിടെയാണ് പ്രാധാന്യം വരുന്നത്. നമ്മളത് വിഷമിച്ചാലാണ് നമ്മൾ ചിന്തിക്കും, എൻ്റെ അമ്മേനെ അന്ന് കഷ്ടപ്പെടുത്തിട്ട് പോകുന്നതാ ഞാൻ, എന്നിട്ട് എനിക്ക് ഇങ്ങനെ ആയല്ലോ. ചിന്തിക്കാൻ വേണ്ടി തമ്പുരാൻ തന്നതാ. ഭയങ്കര വിഷമം ഉണ്ടായിരുന്നു ആ സമയത്തല്ലേ? ഭയങ്കര വിഷമം ഉണ്ടായിരുന്നു. കാരണം അമ്മയുടെ ആങ്കൊച്ചായിരുന്നു ഞാൻ. ഞാൻ ഉണ്ടായതിനു ശേഷം എല്ലാരും പറയും ഇവിടെ നാളുകൊണ്ടാണ് ഇതെല്ലാം ഉണ്ടായത്, ഇവിടെ ജന്മം ഇങ്ങനെയാണ്, അങ്ങനെ ഇങ്ങനെ ഒറ്റപ്പെടുത്തുമായിരുന്നു. അപ്പൊ എന്നെ ചേർത്ത് വെച്ച എന്റെ അമ്മ. ചേച്ചിനെ കഷ്ടപ്പെട്ട് അമ്മനെ വിഷമിച്ചിട്ട് ഇങ്ങനെ പോയപ്പോ വരണ്ടായിരുന്നോ? അല്ലെങ്കിൽ ചേച്ചി നമ്മൾ നേരത്തെ സംസാരിച്ചതിൽ ലവ് മാരേജ് ഒന്നും കാര്യമില്ലെന്നേ, അല്ലെങ്കിൽ പിന്നീട് എക്സ്പീരിയൻസിൽ മനസ്സിലായതാണോ? അതെ, എക്സ്പീരിയൻസ് കൊണ്ട് മനസ്സിലായതാ. ലവ് അന്ന് ഓർത്തിട്ട് എന്റെ പൊന്നോ എന്റെ കെട്ടിയും കൊള്ളൂല എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ചിന്തിക്കും ചേച്ചി. കെട്ട് അങ്ങനല്ല എന്റെ കെട്ടിയും നല്ല സൂപ്പർ സെറ്റ്, അതല്ല ഞാൻ പറഞ്ഞത്. പിന്നെ എന്താ പ്രണയം, നമുക്ക് പ്രണയിച്ച് വന്നുള്ള പ്രശ്നം എന്നാണെന്നറിയാവോ? ഞാൻ സ്റ്റാൻഡപ്പിൽ അതൊക്കെ പറഞ്ഞിട്ടുള്ളതാ. ഈ പ്രണയിക്ക സമയത്ത് ഈ പുറകെ നിൽക്കുന്ന കൊച്ചിന് ഫീൽ അടിക്കുമെന്ന് അറിയത്തില്ല. ഒരു കൊച്ചു നിൽപ്പുണ്ട് കേട്ടോ, അതിന് ഫീൽ അടിക്കുമെന്ന് അറിയത്തില്ല. ഈ അടിവയറ്റി മഞ്ഞുതുള്ളി വീഴുന്ന ഒരു ഫീൽ ഉണ്ടാവും നമുക്ക് പ്രണയിച്ച് നടക്കുന്നത്. നീ പ്രണയിച്ചിട്ടുണ്ടോ? നീ കെട്ടിയോ? തേച്ചു. നീ തേച്ചു. അതിന്റെ മുഖം കാണാൻ പറയാം നീ തേച്ചു. അങ്ങനെ ആ ഫീൽ ഉണ്ടാവും. പക്ഷെ കല്യാണം കഴിച്ചാൽ അതൊന്നും അല്ല. ഭയങ്കര ഈ കപ്പ ഒഴുകായിട്ടൊരു ഫീലിംഗ് നമുക്ക്. പിന്നെ അതിനെ രക്ഷപ്പെടാൻ പറ്റത്തില്ല. മനസ്സിലായി? എത്ര ചിന്തിച്ചാലും നമുക്ക് എന്തും തിരിച്ചു പിടിക്കാം, എന്ത് സാധനമാണ് തിരിച്ചു പിടിക്കാം. നമ്മുടെ കല്യാണ ജീവിതം മാത്രം തിരിച്ചു പിടിക്കാൻ പറ്റത്തില്ല. എൻ്റെ കെട്ടിയ മോശമാണെന്നല്ല കേട്ടോ ഞാൻ പറയാം. എൻ്റെ കെട്ടിയ നല്ലത് തന്നെയാണ്. ആ മനുഷ്യൻ നല്ലതായതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നത്. അത് എൻ്റെ ഓക്കെയാണ്. ഞാൻ പറയാം മൊത്തത്തില് നമ്മൾ ഇപ്പൊ ലവ് മാരേജ് എന്ന് പറഞ്ഞാണല്ലോ, ലവ് മാരേജ് പ്രണയിച്ച് സെറ്റായി കല്യാണം കഴിച്ചു കഴിയുമ്പോൾ അവിടെ പ്രണയം തീർന്നു. അവർ സെറ്റായി, അവരൊന്നിച്ചു. ആ ഒന്നിക്കാൻ വേണ്ടിയുള്ള വെപ്രാളമാണ് ഈ പ്രണയം. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് പ്രണയമില്ല. പ്രണയിച്ച് ജീവിക്കുന്നവരുണ്ട് കേട്ടോ. ഒരു 199% പ്രശ്നമാണ്. പക്ഷെ അറേഞ്ച് മാരേജ് പറഞ്ഞ എന്നെ പ്രശ്നം എന്നറിയാമോ? അവരന്നാ കാണുന്നത്, അവരന്നാ ഒരുമിക്കുന്നത്. പ്രണയം നിൽക്കുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം. പിന്നെ ഒന്നുമില്ലാതെ പോട്ടറ ആൾക്കാർ പറയാലേ എന്ന് വെച്ചത്, നിങ്ങൾ ഒറ്റ കാര്യത്തില ഈ സാധനം എന്റെ തലയിൽ കെട്ടിവെച്ചത്, ഇതിന്റെ തീരുമാനം ഉണ്ടാക്കാൻ നമുക്ക് പറയാം. ചേച്ചി എനിക്ക് അറേഞ്ച് മാരേജ് ആണെങ്കിലും ലവ് മാരേജ് ആണെങ്കിലും രണ്ടുപേരും തമ്മിലുള്ള ക്യാരക്ടർ എങ്ങനെയാണോ അതനുസരിച്ചായിരിക്കും ആഫ്റ്റർ ലൈഫ് എന്ന് പറയുന്നത്. വൈബായിരിക്കണം, രണ്ടുപേരും വൈബായിരിക്കും. ലവ് ആയതുകൊണ്ട് ഇങ്ങനെയാണെങ്കിലും അറേഞ്ച് ആയതുകൊണ്ട് ഇങ്ങനെയാണെന്നല്ലോ. അല്ലല്ല, തീർച്ചയായിട്ടും അല്ല. ഞാൻ എന്റെ ഒരു ഇതാ ഞാൻ പറഞ്ഞത്. എന്നാൽ എനിക്ക് ലവ് മാരേജിനോട് താല്പര്യം. ഇതിങ്ങനെ ഒരു ചോദ്യം ചേച്ചി നേരത്തെ പറഞ്ഞ പോലെ ആദ്യം ഭയങ്കര പൊന്നെ കടലൊക്കെ പറയും, അതിന് ശേഷമുള്ള പറയും. ഇപ്പൊ വീട്ടുകാരാണ്. ഇപ്പൊ നമുക്കൊരു പരാതി ഒന്നും പറയാൻ പറ്റത്തില്ല കെട്ടിക്കൊണ്ടെടുത്തു. നിനക്കറിയാൻ പറ്റായിരുന്നു എന്നെ നേരത്തെ അറേഞ്ച് മാരേജ് പറഞ്ഞ നിനക്ക് എന്നെ അറിയാമെന്നല്ലായിരുന്നു. അങ്ങനെ ചോദ്യമൊക്കെ വരും. അത് ഭയങ്കര റിസ്കാ. ഇതൊക്കെ പറയുമ്പോ ആൾക്കാരുടെ അടുത്ത് ട്രോളും. അങ്ങനെ എന്റെ എക്സ്പീരിയൻസസ് ഞാൻ പറയാം. പക്ഷെ എന്റെ കെട്ടിയ മോശമായിട്ടല്ല, നമുക്ക് ചോദിക്കാനും പറഞ്ഞ ആളുണ്ടാകത്തില്ല. നമുക്ക് ആരും പരാതി ഒന്നും പറയാൻ പറ്റത്തില്ല. ശരിക്കും പറഞ്ഞ വീട്ടിൽ നിന്ന് വിട്ട് ഇറങ്ങുന്ന സമയത്താണെങ്കിൽ ഒന്നുകൂടി
സപ്പോർട്ട് ആരും ഉണ്ടാവില്ല അല്ലെ. ചേച്ചി ഇപ്പൊ നേരത്തെ പറഞ്ഞ കുറെ വിഷമം ഉണ്ടായിട്ടുണ്ടായിരുന്നു പറഞ്ഞല്ലോ. അപ്പൊ ആ സമയത്തൊക്കെ ഒന്ന് സമാധാനിപ്പിക്കാൻ ആരും ഇല്ലാതാനും. അപ്പൊ ചേച്ചിക്ക് തന്നെ മാറണം, സ്വയമായിട്ട് ചെയ്യുന്ന ആ സമയത്ത് എന്തെങ്കിലും കാര്യമുണ്ടോ? പൊട്ടിക്കരഞ്ഞിരിക്കുന്ന സമയത്ത് ഇപ്പൊ കാല് തൊട്ട് കരഞ്ഞെന്നൊക്കെ പറഞ്ഞില്ലേ, കെട്ടിപ്പിടിച്ച് കരഞ്ഞെന്നൊക്കെ പറഞ്ഞില്ലേ, ആ ടൈമിലൊക്കെ ചേച്ചി മനസ്സൊന്ന് കൂളാവാൻ വേണ്ടിട്ട് അങ്ങനെ എന്തെങ്കിലും? കൂളാവാൻ ഞാൻ സ്വന്തമായിട്ട് അങ്ങനെ ഒതുക്കും. അങ്ങനെ ഞാൻ പ്രത്യേകിച്ചൊന്നും ചെയ്യാറില്ല. ഞാൻ അതിനെ ഉൾക്കൊള്ളും. എന്താണേലും ഉള്ളിൽ വെച്ചിട്ട് പോട്ടെ ഞാൻ എന്നെ തന്നെ ഇങ്ങനെ പോട്ടെ സാരമില്ല അങ്ങനെ ഒരാളോട് പറഞ്ഞിട്ട് ഒരാളെ ബുദ്ധിമുട്ടിക്കത്തില്ല. ഞാൻ എന്നെ തന്നെ പോട്ടെ. നമ്മുടെ ആങ്ങൾ എന്ത് പറയണു? നമ്മുടെ ആങ്ങളുടെ കോമഡി ഉണ്ടായിരുന്നല്ലോ, കോമഡി അല്ല അത് ഇപ്പോഴും ആലോചിക്കുമ്പോ ഒരു ചെറിയൊരു സ്മൈൽ വരും. ആദ്യം കാണുന്നത് ഭയങ്കര ചിരിയായിരുന്നു. അതായത് ഞാൻ അച്ഛനോ അച്ഛൻ എന്റെ ആങ്ങളാ. അതെന്നാന്നറിയാവോ, ഞാൻ ഈ അച്ഛനെ പറ്റിയൊക്കെ ഈ ടി വിയിലൊക്കെ വന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും അച്ഛന്റെ അമ്മ മരിച്ചു. അപ്പൊ നമ്മൾ അച്ഛന്റെ അമ്മേനെ കാണാൻ ഇവരെന്നെ വിളിച്ചും പറഞ്ഞ് ആങ്ങളെ വിളിച്ചു റെഡി, എത്ര വന്നാലും നമ്മൾ പോയി കാണണം, നീ വന്നെന്ന് പറഞ്ഞു. അപ്പൊ എന്റെ കെട്ടിയവൻ പറഞ്ഞു പോണോ, പണി കിട്ടുവോ? ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, വിളിച്ചാൽ നമുക്ക് പോകാന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ ചെന്നതിന് ശേഷം നിൽക്കുക. അപ്പോൾ കുറച്ച് അച്ഛൻ്റെ ആൾക്കാരും സ്വന്തക്കാരും ബന്ധുക്കാരും നാട്ടുകാരൊക്കെ ഉണ്ടല്ലോ. അപ്പോഴത്തേക്ക് അവര് പറഞ്ഞ് നീ ഒരു കാര്യം ചിന്തിച്ചോ, വയനാട് ചുരം കയറി അവിടെ വന്നു പോരാന്ന് പറഞ്ഞു. അപ്പോൾ ഞാനങ്ങ് സങ്കടം കണ്ണൊക്കെ നിറഞ്ഞെന്നെ, എനിക്ക് എന്ത് പറയണം, മരിച്ച വീടല്ല, നമുക്കൊന്നും പറയാൻ ചങ്കൂട്ട് നിൽക്കുമല്ലേ. അപ്പോൾ ആങ്ങളെ കൂടെ നടുക്കേറിയെന്നു. അപ്പോൾ നമുക്കൊരാശ്വാസം, കൂടപ്പുറപ്പല്ലേടാ, ഇപ്പം നിന്റെ പെങ്ങളപ്പുറം നീ ഒന്ന് പ്രതികരിക്കുമല്ലോ. അപ്പം ആ സെറ്റപ്പാണ് നമ്മൾ മനസ്സിൽ വിചാരിച്ചത്. ഇവൻ ആ സെൻറ്ററോട്ട് കയറി വെച്ചും പറയാ, വയനാട് ചുരം കയറി മൈസൂർ ടൂർ പോകുന്നതിന് കുഴപ്പമില്ല, നിങ്ങളുടെ വീട്ടിലോട്ട് വരായിരുന്നു പറയുന്നത്. അത് പൊളിച്ചു, സംഭവം നൈസായിരുന്നു. അത് ആദ്യം കണ്ടപ്പോ എനിക്ക് ഭയങ്കര ചിരിയായിരുന്നു. പിന്നെ വാട്ടാനാണോന്ന് ഓർത്ത് ആദ്യം അങ്ങനെ അല്ലേ. പിന്നെ നമ്മുടെ നാട്ടുകാരൊക്കെ എന്ത് പറയണു? അവരുടെ സപ്പോർട്ട് ഭയങ്കര സ്നേഹമായിരിക്കും ഓഫ് കോഴ്സ്, എന്നാലും ഇപ്പോഴത്തെ സപ്പോർട്ടും കാര്യങ്ങളും സ്നേഹം കാര്യം കാണുമ്പോൾ വിശേഷം എന്താ അവരെ പറയാം? നാട്ടുകാർക്ക് ഭയങ്കര സപ്പോർട്ടാണ് കേട്ടോ എനിക്ക്. പിന്നെ എല്ലാരും പോലെ ഓടി സെൽഫി എടുക്കാൻ പറ്റുന്നില്ല, അതൊക്കെ എന്താന്ന് വെച്ചാൽ കാണുന്നല്ലേ ഞാൻ എന്താണ് എങ്ങനെയാണ്. പിന്നെ എല്ലാവർക്കും ഉള്ള വിഷമം സന്തോഷം എന്നാന്ന് ചോദിച്ചാൽ ഒന്നുമില്ലായ്മയെന്ന് ഞാൻ ഇവിടം വരെ എത്തി. പിന്നെ ചേട്ടാടെ അച്ഛനാണ് അമ്മ, ആ ഫാമിലി, ചേട്ടാടെ വീട്ടുകാരല്ലാതെ ചേട്ടാടെ ഫാമിലി മെമ്പേഴ്സ്, അപ്പച്ചൻ്റെ മക്കള് 3 അപ്പച്ചിമാരുണ്ട്, അവരുടെ മക്കള്, കൊച്ചുമക്കള് എല്ലാവരും ഭയങ്കര സപ്പോർട്ടാട്ടോ. എനിക്ക് ഭയങ്കര സപ്പോർട്ടാണ്. അവരുടെ സപ്പോർട്ട് സ്നേഹം കൊണ്ട് ഞാൻ ഇവരുടെ വീട്ടിൽ നിന്ന് പോയത് തന്നെ. ഇപ്പോൾ ഈ കുറച്ച് മുമ്പ് ചേച്ചിയുടെ ഹെയറിനെ ചൊല്ലിയിട്ട് കുറച്ച് ഇഷ്യൂസ് ഒക്കെ ഉണ്ട്. ഇഷ്യൂസ് അല്ല, ഒരു നെഗറ്റീവ് കമന്റ്സ് പോലെ. ചേച്ചി അത് ഭയങ്കര വിഷമമായോ? കാരണം അതിന്റെ ഒരു കമന്റ് വന്നപ്പോൾ ചേച്ചി അതിന് റിപ്ലൈ ആയിട്ട് അങ്ങനെയല്ല അങ്ങനെയാണെന്നൊക്കെ ഞാൻ ആ വീഡിയോ കണ്ടു. അപ്പൊ ഞാൻ വിചാരിച്ചു ഓക്കെ, നെഗറ്റീവ് കമന്റ്സ് ഒബ്വിയസ്ലി വരുമല്ലോ, അത് നമുക്ക് അതിന് റിപ്ലൈ കൊണ്ടുപോയി കഴിഞ്ഞാൽ അതിനേ സമയം ഉണ്ടാവുള്ളൂ. ചേച്ചി അത് നിൽക്കുമ്പോൾ എങ്ങനെയാ പ്രേക്ഷകരായിട്ടുള്ള ചേച്ചി ഭയങ്കര കണക്ഷൻ ഉണ്ട്? എന്റെ പ്രേക്ഷകരോട് ഞാൻ ഭയങ്കര കണക്ട് ആണ്. എന്റെ സബ്സ്ക്രൈബേഴ്സിനോട് പ്രത്യേകിച്ച്, എന്നെ ഫോളോ ചെയ്യുന്നവരോട്, എന്നെ സബ്സ്ക്രൈബ് ചെയ്തവരോട് എനിക്ക് ഭയങ്കര കൂറുള്ള ഒരാളാണ് ഞാൻ. അങ്ങനെ പറയാനുള്ള കാരണം റീച്ച് അല്ലടാ, അത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. ഞാൻ സാധാരണ ഒരു വീട്ടമ്മയല്ലേ, ഒരു നാട്ടിൻപുറത്തുകാരിയല്ലേ. അവരെന്നെ ഇഷ്ടപ്പെട്ടത് എന്താണ്? എന്റെ ആ നിഷ്കളങ്കമായ സംസാരം, എന്റെ ആ നാച്ചുറാലിറ്റി, അതൊക്കെയാണ് അവർക്ക് എന്നെ കൂടുതൽ ഇഷ്ടമായത്. അപ്പൊ പെട്ടെന്ന് ഞാൻ ഈ മുടി ഇങ്ങനെ ചെയ്തപ്പോഴാണ് എനിക്കറിയാമായിരുന്നു പകുതി പേര് പറയും എന്ന് എനിക്ക് 100% അറിയായിരുന്നു. ഞാൻ കാർത്തിസോടെ കല്യാണത്തിന് പോയതാ, അവിടെ എല്ലാ ആർട്ടിസ്റ്റുകളും വമ്പൻ സെറ്റപ്പിലാണ് വരുന്നത്. ഞാനും സെറ്റപ്പായിരുന്നു, എൻ്റെ ഇതിൽ ഞാനും സെറ്റപ്പായിരുന്നു. പക്ഷെ മുടി ഇങ്ങനെ ഇല്ല, എനിക്ക് ഒട്ടും ഉണ്ടായിരുന്നില്ല. അപ്പൊ ഇവിടെ കുറച്ചിങ്ങനെ കെട്ടി എണ്ണയൊക്കെ വെച്ച് കുളിക്കുന്ന ഒരാളാണ്. അപ്പൊ ഇവിടെ കെട്ടി വെച്ച് ഇച്ചിരി ഉള്ളായിരുന്നു. അപ്പൊ ആ ഒരു വൃത്തികേടായിട്ട് ആ ബ്യൂട്ടി പാർലർ ആ കൊച്ചിന് ഫീൽ. എൻ്റെ സബ്സ്ക്രൈബറാണ് പുള്ളി, ഫോളോവറാണ്, എന്നെ സ്നേഹിക്കുന്ന ഒരു കൊച്ചാണ്, വിദ്യ എന്നാണ് പേര്, പത്തനംതിട്ട. അപ്പൊ പുള്ളിക്കാരൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞ്, ചേച്ചി ഞാനിങ്ങനെ മുടി ശരിയാക്കി തരാം, 1 രൂപ പോലും ചേച്ചി തരണ്ട, ചേച്ചിന് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ചേച്ചി ഇച്ചിരിയൊക്കെ സെറ്റപ്പായിട്ട് നടക്കാം, അതിനുള്ള ആളായി. പക്ഷെ എനിക്ക് ഇന്നുവരെ അങ്ങനെ തോന്നിയിട്ടില്ല കേട്ടോ. ഞാൻ ഇങ്ങനെ 10 പേര് അറിയുന്ന ഒരാളാണ്, ഞാനോ വലിയ ആളാണ്, ഞാൻ അങ്ങനെയൊക്കെ ഫീൽ ചെയ്യാറില്ല. ഞാൻ ഇപ്പോഴും സാധാ ലെവലിൽ തന്നെ നിൽക്കുന്ന ഒരാളാണ്.